ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കൊണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രേണു സുധി കിച്ചു ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും കത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണുവിനെ കുറിച്ചും അതുപോലെ തന്നെ കിച്ചു, അതായത് കിച്ചുവിന് അനുഭവിക്കേണ്ടി വന്ന അവൻ്റെ ലൈഫ് സ്റ്റോറി വന്നിട്ട് യൂട്യൂബിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അത് വൈറലാവുകയും ഏകദേശം 32 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. 8 ലക്ഷത്തോളം ആൾക്കാർ തന്നെ ഇപ്പം തന്നെ ആ ഒരു വീഡിയോ കണ്ടു. അതിൽ പകുതി മുക്കാൽ ആൾക്കാരും ഈ പറയുന്ന കിച്ചുവിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം അവൻ അനുഭവിക്കേണ്ടി വന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അവൻ അനുഭവിച്ച ആ ഒരു ട്രോമ, അതെല്ലാം അവനിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുക. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ രേണു സുധി അങ്ങ് ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കിച്ചു ആണെങ്കിൽ പോലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുമല്ലോ. ആ കുഞ്ഞ് അനുഭവിച്ച വേദനകൾ, ആരും ഇല്ലാത്തൊരവസ്ഥ. അവൻ തന്നെ പറയുന്നുണ്ട്, അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ അതൊക്കെ തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ അവൻ്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയായി. രേണു ആണെങ്കിലും അല്ലെ രേണുവിൻ്റെ വീട്ടുകാരാണെങ്കിലും കൊല്ലം സുധി ഉള്ളപ്പോഴേ കിച്ചുവിനെ അവർ അംഗീകരിക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ സഹിയിട്ടിട്ടാണ് കിച്ചു ഇപ്പം ഇങ്ങനെ വന്നൊരു തുറന്നു പറച്ചിൽ നടത്തിയത്. അതിനെതിരായിട്ട് രേണു സുധി വന്നിരുന്നിട്ട് കുറച്ച് വീമ്പൊക്കെ ഇളക്കി, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ കിച്ചുവിന് അയച്ചു കൊടുത്ത പണത്തിൻ്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടുകൾ രേണു സുധിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും അത് പബ്ലിക്കാക്കുകയും ചെയ്തു. ഈ അമ്മ മകൻ സ്നേഹം എന്ന് പറയുന്നത് കുറേ പൈസ അയച്ചു കൊടുക്കുന്നതാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ മരണപ്പെട്ടു പോയ സുധി എത്ര രൂപ ഈ പറയുന്ന രേണുവിനും രേണുവിൻ്റെ കുടുംബക്കാർക്കും വേണ്ടി ചെലവാക്കിയിരിക്കുന്നു? അതിൻ്റെ കണക്കൊക്കെ അങ്ങ് കാണിച്ചാലോ? ആ കണക്ക് കാണിക്കാനായിട്ട് കൊല്ലം സുധി ഇല്ലല്ലോ. പക്ഷെ അവൻ്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ പറയുന്ന കിച്ചു തന്നെ പറയുന്നുണ്ട്, കൊറോണയുടെ ആ ഒരു സമയത്ത് ഇവരുടെ എല്ലാവരുടെയും, രേണുവിൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും, അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഭർത്താവ്, 2 മക്കള്, എല്ലാവരുടെയും കാര്യം ചിലവെല്ലാം നോക്കിയിരുന്നത് ഈ പറയുന്ന കൊല്ലം സുധിയാണ്. അപ്പം അതിനൊന്നും കുഴപ്പമില്ലായിരിക്കും അല്ലേ? അതും ഈ പറയുന്ന പൈസയുടെ കാര്യം ഒന്നും കിച്ചു വന്നിട്ട് പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ എന്താണ്, അവൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ട്രോമകൾ, അതുപോലെ അതിലൂടെ അവൻ്റെ സമനില തെറ്റി അവൻ മയക്കുമരുന്നിലേക്കൊക്കെ പോയി, അതൊക്കെ അവൻ വന്ന് തുറന്നു പറഞ്ഞു. അവന് പറ്റിയ തെറ്റുകൾ ഉൾപ്പെടെ അവൻ വന്ന് തുറന്നു പറഞ്ഞു. അവിടെ പൈസ കൊടുത്ത കണക്ക് ഒന്നും തന്നെ കിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ കിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതോടെ രേണു വന്നിരുന്നിട്ട് ഒരു കരച്ചിൽ നാടകം നടത്തി. അതിനുശേഷം കിച്ചുവിന് അയച്ചു കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു. എന്ത് മറ്റെടുത്ത പരിപാടിയാണ് ഇവള് കാണിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. എന്നിട്ട് ഇവള് കരഞ്ഞു വന്ന് മെഴുകുന്നു, അഭിനയിക്കുന്നു. അടുത്ത നിമിഷം അവളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവളുടെ ഹോട്ടായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവളിനി എത്രയൊക്കെ വന്ന് മെഴുകിയെന്ന് പറഞ്ഞാൽ ഇവൾ പഠിച്ച കള്ളിയാണ്. കൊല്ലം സുധി ഉള്ളപ്പോൾ പോലും കിച്ചുവിനെ സ്നേഹിക്കാനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഒന്നിനും സമ്മതിക്കാത്തവളാണ് ഇവള്. ഇവളുടെ വീട്ടുകാരും ഇവളും. കൊല്ലം സുധി ഈ ഭൂലോകത്ത് പോലും ഇല്ല. അപ്പം പിന്നെ കിച്ചുവിനെ ഇവള് വെച്ചേക്കുവോ? ആ ചെറുക്കൻ സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. എന്നിട്ടിപ്പോൾ അവളാണെങ്കിൽ കണ്ടടുത്ത് കിടന്ന് അഴിഞ്ഞാടുന്നു, ബാറിൽ കിടന്ന് കൂത്താടുന്നു, അവിടം കാണിക്കുന്നു, ഇവിടം കാണിക്കുന്നു. ഇത്രയും നാളും ഈ പറഞ്ഞ കിച്ചു ഒരക്ഷരം വേണ്ടിയില്ല. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ശരീരപ്രദർശനം നടത്തി. അവനൊരാണല്ലേ, എല്ലാവർക്കും അറിയാം. കൊല്ലം സുധി കല്യാണം കഴിച്ചിരിക്കുന്ന 3ാമത്തെ ഭാര്യയാണ് ഈ പറയണ രേണു സുധി. അതുപോലെ തന്നെ ഇവൻ്റെ 3ാം അമ്മയാണല്ലോ. അതുപോലെ തന്നെ കിച്ചുവിന് ഒരു അനിയനും കൂടെ ഉണ്ട്. എന്താന്ന് പറഞ്ഞാലും അവൻ്റെ രക്തത്തിലുള്ള ഒരു അനിയൻ അവനുണ്ട്. അപ്പോൾ ഇമാതിരി കിടന്ന് ഇവൾ അഴിഞ്ഞാടുമ്പോൾ എത്രയാന്ന് വെച്ചിട്ട് ഇവർ കണ്ട് ക്ഷമിച്ചിരിക്കുന്നത്? അവനും പുറത്തിറങ്ങി നടക്കണ്ടേ? അപ്പോൾ അതൊക്കെ ആയപ്പോൾ അവൻ പ്രതികരിച്ചു. അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു. അങ്ങനെ അവൻ തുറന്നു പറഞ്ഞതുകൊണ്ട് ഇവൾ കുറച്ചൊന്ന് ഒതുങ്ങിയില്ലേ? കാരണം നേരത്തെ അത്രയും ഒരു നെഹളിപ്പ് ഇവൾക്കില്ല.
അപ്പോൾ ഇനിയും കിച്ചു വാ തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും കിച്ചുവിൻ്റെ ഒരു അടുത്ത പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഡാനി സത്യൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കിച്ചു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോ ഡാനി തന്നെ പറയുന്ന ഒന്ന് കാണാം. കിച്ചുവിന്റെ അടുത്തൊരു കമന്റ് ഞാൻ ഇപ്പോഴാണ് കാണാൻ ഇടയായിട്ടുള്ളത്. എന്റെ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിന്റെ കൂടെ അന്ന് രേണു ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ കിച്ചുവിന്റെ കമന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നും. ഞാനും പറഞ്ഞിട്ടില്ലല്ലോ അമ്മ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലെന്ന് തന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മയെ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റും എന്താന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. പൈസയുടെ കാര്യങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും കണ്ടാണല്ലോ, നമ്മൾ സ്ക്രീൻഷോട്ട് ഇടുകയും ചെയ്തതാണ്. അവൻ പൈസ മാത്രം ചോദിച്ച് അവരോട് കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ല വീഡിയോ കോളോ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പൊ ഇട്ട് തരാം ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ചെക്കൻ ഉദ്ദേശിച്ചത്. ഇത് രേണുവിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഏതെങ്കിലും മീഡിയക്കാർ വരുന്ന സമയത്താണെങ്കിൽ കിച്ചുവിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കിച്ചുവിനെ വിളിച്ചു, കിച്ചു ഇപ്പൊ ഇവിടെ ആണ്, നിനക്ക് സുഖമാണോടാ. പിന്നെ ഈ അടുത്ത സമയത്ത് ടാറ്റു അടിക്കുന്നതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. കിച്ചു അമ്മ പോവാണേ, വന്നിട്ട് നമുക്ക് ടാറ്റിന്റെ കാര്യം നോക്കാവേ. ശരി പറഞ്ഞു, ശരി. പറ ഇനി എന്താ ചോദിക്കാനുള്ളത്? ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പം രേണുസുതി തന്നെ അന്ന് സോഷ്യൽ മീഡിയയിലെ മീഡിയക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കാണിക്കാൻ വേണ്ടി കാണിച്ച ഓരോ പ്രഹസനമാണ് ഇപ്പൊ വേണ്ട ചെക്കൻ അത് കമന്റ് ബോക്സിൽ വെളിപ്പെടുത്തിയിരുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടല്ലോ, നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഡാനി സത്യൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന് കിച്ചു ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. അതിൽ കിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രേണുസുതിയായിട്ട് അത്ര വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ആരുടെയെങ്കിലും മുന്നിൽ വെച്ചിട്ട് ഈ മീഡിയക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് വിളിക്കും, എന്നിട്ട് മോനെ പൈസ ഇട്ട് തരാം പൊന്നെ ചക്കര എന്നൊക്കെ വിളിക്കും. അത് നമ്മൾ കണ്ടതാണല്ലോ ആ ഒരു വീഡിയോ. അത്രേ ഉള്ളൂ. മീഡിയക്കാരുടെ മുന്നിൽ ഇവക്ക് അറിയിക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ ഇവക്ക് ബോധിപ്പിക്കണം, കിച്ചുവിനെ അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവനുമായിട്ട് സ്നേഹത്തിലാണ്, അവനുമായിട്ട് എപ്പോഴും വിളിക്കാറുണ്ട്, അവന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കണം. പക്ഷെ ഇവളിങ്ങനെ വന്ന് കിടന്ന് പ്രഹസനം കാണിച്ചാലൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. നമുക്കിതൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കിച്ചു തന്നെ വന്നിട്ട് സത്യാവസ്ഥ പുറത്തു പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? അവളുടെ മുഖംമൂടി അഴിഞ്ഞു വീണു. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ തെളിവുകൾ കാണാൻ കഴിയും. കാരണം രേണുസുതി ദുബായിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെയോ തെളിവുകൾ നിരത്തും, എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. എന്തായാലും അവൾ വരട്ടെ. അവളിപ്പോൾ ദുബായിൽ അട്ടിപ്പേറ് കിടക്കുവാണല്ലോ, നാണം കെട്ടവള്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇവക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ ആ ബാറിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു, അഴിഞ്ഞാടുന്നു. അതുപോലെ തന്നെ ഇവളുടെ ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇവളുടെ ഹോട്ടായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഈ നാണം കെട്ടവൾ. എന്നിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന് കണ്ണീർ നാടകം. എത്രയോ ആൾക്കാർ ഇവൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, എത്രയോ തെറി കമൻറ്റുകൾ ഇവൾക്ക് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവൾ പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, കല്ലി വലി, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞ അവള് കിച്ചു വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ പണി തീർന്ന് വന്ന് കരഞ്ഞു മെഴുകുന്നു. അപ്പോൾ പിന്നെ അവനുള്ള സത്യങ്ങൾ മൊത്തം തുറന്ന് പറഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവൾ പിന്നെ ഉണ്ടാകുമോ? അറിയത്തില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മുഖംമൂടി ധരിച്ച് ഇവളൊക്കെ എന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? ഇവൾക്കൊന്നും ചിന്തിക്കാൻ പാടില്ലേ? ഇവൾ കിച്ചുവിനെ കണക്കാക്കണ്ട, പക്ഷെ ഇവളുടെ വയറ്റിൽ ഉണ്ടായ കുഞ്ഞല്ലേ ഋതപ്പൻ എന്ന് പറയുന്നത്, ആ കുഞ്ഞിനെങ്കിലും അവൾക്കൊന്നും ഓർക്കാൻ പാടില്ലേ? ഇവളൊക്കെ ഒരു അമ്മയാണോ? ഇവളൊക്കെ സ്വന്തം വീട്ടുകാരെ ഏൽപ്പിച്ചേച്ച് അവൾ പോയി ബാറിൽ കിടന്ന് കുടിച്ച് കൂത്താടുന്നു, കണ്ട ആൾക്കാരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, ശരീര പ്രദർശനം നടത്തുന്നു. എന്നിട്ടൊക്കെ അതിന് അവൾ പറയുന്ന പേരാണ് കുട്ടികളെ നോക്കാൻ, കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്താണ്? എന്തായാലും ഇപ്പോഴെങ്കിലും കിച്ചു ഇങ്ങനെ വന്നൊരു തുറന്നു പറച്ചിൽ നടത്തിയത് കൊണ്ട് ഇപ്പം ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇനിയും കിച്ചു പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം, പേടിച്ച് മിണ്ടാതിരിക്കരുത്. എന്തായാലും ഇവളുടെ ഈ അഴിഞ്ഞാടി കിട്ടുന്ന പൈസ ഇനി കിച്ചു സ്വീകരിക്കാതിരിക്കുക. ഇനി എന്തായാലും കിച്ചുവിനെ ഇവൾ കോണ്ടാക്ട് ചെയ്യുമോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഷെഫീന ഇത്തയുടെ ചാനലിൽ ഷെഫീന ഇത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫീന ഇത്ത കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. കിച്ചുവിനെയും അതുപോലെ കൊല്ലം സുധിയുടെ അമ്മയും എല്ലാവരെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കൊല്ലം സുധിയുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന രേണുസുധി അയച്ചു കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസ സ്വീകരിക്കരുത്, അതിൻ്റെ ആവശ്യം ആ കുഞ്ഞിനില്ല, അവളുടെ പൈസ സ്വീകരിക്കരുതെന്ന് കൊല്ലം സുധിയുടെ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവൾ ഈ അയച്ചിരുന്ന നക്കാപ്പിച്ച സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവൻ അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്
കൂട്ടുകാരുടെ അടുത്ത് ഏൽപ്പിച്ച് വീഡിയോ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവളുടെ ഭാഗം ഇവക്ക് ക്ലിയർ ആക്കണം. അതായത് കിച്ചു പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് നമുക്ക് വരുത്തി തീർക്കണം. അതിന് ഇവളല്ല, ഇവളുടെ തന്തപ്പടി തങ്കച്ചൻ വന്ന് ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. കാരണം ആ മരിച്ചുപോയ കൊല്ലം സുധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആത്മാവുള്ളത് കിച്ചുവിൻ്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവളിനി തലകുത്തി മറിഞ്ഞാലും ആ കൊച്ചിനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനോ ഒന്നും ഇവളെ കൊണ്ട് നടക്കത്തില്ല. ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവളുടെ അവസ്ഥ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിനി അധികം നെഹളിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റത്തില്ല. ഇവളുടെ അഴിഞ്ഞാട്ടം ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇവളുടെ റീൽസ് അവിടെ കാണിക്കുന്നു ഇവിടെ കാണിക്കുന്നു എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒതുക്കാൻ വന്നില്ലേ? കിച്ചു വന്ന് വാ തുറന്നപ്പോൾ ഇവളുടെ എല്ലാം തീർന്നു. പിന്നെ ഇവളുടെ ഇപ്പോഴത്തെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോൾ കേരളത്തിലില്ല, പകരം ദുബായിലാണ്. അതുകൊണ്ട് അവൾ അവിടെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷെ ദുബായിൽ നിന്ന് അവൾ നാട്ടിലേക്ക് വരുമല്ലോ. അപ്പം നമുക്ക് കാണാം ഇവൾക്ക് ജനങ്ങൾ കൊടുക്കാൻ പോകുന്ന സ്വീകരണം എന്താണ്, ഇവൾ എന്തൊക്കെ ഇനി ന്യായീകരിക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. കിച്ചു അമ്മയാടാ. കിച്ചുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട്, ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചുവായിട്ട്, ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം. ഒരു ഇന്റർവ്യൂവിനിടയ്ക്ക് അവള് ഇരുന്നിട്ട് കിച്ചുവിനെ വിളിക്കുകയാണ്. ഇതിൽ ഇവള് കിച്ചുവിനെ വിളിക്കുന്ന ആ ഒരു രീതി, ആ കിച്ചു പൊന്നെ എവിടെയാടാ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അവളുടെ അഭിനയമാണെന്ന്. അതുപോലെ തന്നെ തിരിച്ച് കിച്ചു പറയുന്ന മറുപടി ആ ആ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തു. ആ കുഞ്ഞിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ ഒരുമാതിരിയാണ് സംസാരിക്കുന്നതെന്നുള്ളത്. ഇതൊക്കെ ഇവൾ മീഡിയക്കാരുടെ മുന്നിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴുമാണ് ആ കുഞ്ഞിനെ വിളിച്ചിട്ട് ഇമാതിരി സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത്. ഇവൾ പറയുന്നുണ്ടല്ലോ, ഞാനൊരു അമ്മയായത് കിച്ചുവിൻ്റെ അമ്മയായിട്ടാണ് ഒരു അമ്മയായത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഇവള് കിച്ചുവിനെ സുധിയെ സ്നേഹിക്കാനോ അല്ല സുധി ആ കുഞ്ഞിനെ സ്നേഹിക്കാനോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാനോ ഒന്നിനും ഇവൾ സമ്മതിക്കാതിരുന്നത്. ഇതൊക്കെ ആരാ തുറന്നു പറഞ്ഞേ? കിച്ചു തന്നെയാണ് വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇവളെ എത്രയൊക്കെ വന്ന് കിടന്ന് അഭിനയിച്ച് മെഴുകിയാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തായാലും കൊല്ലം സുധിയുടെ വീട്ടുകാർക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അവർക്കും ഒക്കെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ അവരൊന്നും മിണ്ടാതിരിക്കുന്ന എന്താണെന്നറിയാവോ? എന്തിനു വേണ്ടിയിട്ട് എന്ന് കരുതി അവർ മിണ്ടാതിരിക്കുക. പക്ഷേ ഇവൾ ഇനിയും കിടന്ന് നെഹളിച്ചാൽ അവരെല്ലാവരും വാതുറക്കും. കൊല്ലം സുധിയുടെ അമ്മയായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ചേട്ടത്തി ആയിക്കോട്ടെ, അവരൊക്കെ വാതുറന്നു കഴിഞ്ഞാൽ പിന്നെ രേണുസുധി ഇല്ല. അവരൊക്കെ എന്തോർത്താ ക്ഷമിക്കുന്നതെന്നറിയാമോ? ആ റിതപ്പനില്ല, ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അവരെല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും. ഇത്രയും നാളും കിച്ചു ആണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ആ കുഞ്ഞിനെയും കൂടെ ഓർത്തിട്ടാണ്. പക്ഷേ ഇവക്ക് ആ ഒരു വിചാരമോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി എല്ലാവരും വാതുറക്കും. കിച്ചു വാതുറന്നപ്പോൾ തന്നെ ഇവളുടെ കാറ്റ് മൊത്തത്തിൽ പോയി. അപ്പോൾ പിന്നെ കൊല്ലം സുധിയുടെ വീട്ടുകാർ മൊത്തത്തിൽ സത്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇവളുടെ വീട്ടുകാരും ഉണ്ടാകുമോ? അല്ല അതെ, ഞാൻ വന്നതാ. ഓക്കെ, ഇനോഗ്രേഷൻ വന്നല്ലേ? ചെമ്പരത്തി റെസ്റ്റോറന്റ് SH ഹോട്ടൽ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ ആ